നമസ്കാരം. ഞാൻ മണികണ്ഠൻ തോന്നിക്കൽ. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സാർ അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ്. അങ്ങ് ഈ വീഡിയോ കാണാനോ കേൾക്കാനോ ഒരു സാധ്യതയുമില്ല. പക്ഷേ ഇത് കാണുന്ന അങ്ങയെ അടുത്ത് പരിചയമുള്ള ആരെങ്കിലും ഈ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതേറെ നന്നായിരിക്കും. കാരണം അങ്ങ് കൂടി സാക്ഷിയായ ഒരു വലിയ തെറ്റ് അത് തിരുത്താൻ അങ്ങയ്ക്ക് കഴിയും സാർ. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരു വിലയുമില്ല എന്ന് പറയാറുണ്ട്. അത് പിന്നെ ശവമാണ്, പിണമാണ്, കത്തിച്ച് കളയേണ്ടതാണ്, അടക്കം ചെയ്യേണ്ടതാണെന്നൊക്കെ പറയും. പക്ഷേ സാർ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി, അതും ഒരു VIP, ഒരു സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന, സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അറിയപ്പെടുന്നൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സാർ ആ ശരീരം പലർക്കും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുണ്ടാക്കാനുള്ള ഒരു വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. അവിടെ വീട്ടുകാർക്കൊന്നും അതിൻ്റെ മേലൊരു അവകാശവുമില്ലാതെ ആയി മാറുന്നു ചില നിമിഷങ്ങളിൽ. ശ്രീ സലിംകുമാർ, നമുക്കേറെ പ്രിയപ്പെട്ട സലിംകുമാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് പിതാവിൻ്റെ കർമ്മങ്ങൾ ദുഃഖത്തോടെ ചെയ്യേണ്ടി ഇരിക്കുന്ന ആ മകന് ജനക്കൂട്ടത്തിന് മുമ്പിൽ വന്ന് രോക്ഷത്തോടെ പറയേണ്ടി വന്നു മാറിപ്പോകാൻ. അങ്ങ് അതിന് സാക്ഷിയായ ഒരു വ്യക്തിയാണ് സാർ. അങ്ങ് ചെയ്യേണ്ടത് ഇനി വരുന്ന, അല്ലെങ്കിൽ ഇനി സാംസ്കാരിക രംഗത്തോ മറ്റുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ മരിക്കുമ്പോൾ ഇത്തരം ഗതികേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാർ, വീട്ടുകാരുടെ അനുവാദമില്ലാതെ ഒരു ചാനലിനെയും, യൂട്യൂബ് ചാനലോ അംഗീകൃതമായിട്ടുള്ള ചാനലോ എന്തോ ആവട്ടെ, ആരെയും ആ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുക്കണം. ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ആ മരിച്ച ആളിൻ്റെ അടുത്ത മകൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബന്ധു പോരാ, അദ്ദേഹത്തിൻ്റെ രക്തബന്ധത്തിൽ പിറന്ന മക്കൾ ആരെങ്കിലും, അല്ലെങ്കിൽ എങ്ങനെ മരിക്കുന്നോ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ അനുവാദമില്ലാതെ ഒരൊറ്റ ക്യാമറയെയും ആ ശവം പ്രദർശിപ്പിക്കുന്ന ആ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നൊരു നിയമം സാർ കൊണ്ടുവരണം സാർ. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെയുള്ള മഹാകലാകാരന്മാർക്ക് പറയേണ്ടി വന്നു, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ക്യാമറയുമായി ആരും തൻ്റെ അടുത്തേക്ക് വരരുതേ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയേണ്ടി വരുന്ന ഒരു ഗതികേട് സാർ. നമ്മുടെ ശരീരത്തിനെ, മനുഷ്യ ശരീരത്തിനെ മറ്റുള്ളവർക്ക് വിൽപ്പന ചരക്കാക്കുന്ന ഈ നെറികെട്ട രീതിയെ, ഈ ക്യാമറകളുടെ അതിപ്രസരത്തെ ഒരു നിയമത്തിലൂടെ സാറ് ഒഴിവാക്കണം. മരിക്കുന്നവർ സമാധാനമായിട്ട് മരിച്ചോട്ടെ, വീട്ടുകാർ അവരുടെ കർമ്മങ്ങൾ അവരുടെ ഒരു അന്തരീക്ഷത്തിൽ ചെയ്തോട്ടെ സാർ. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും അറിയുകയാണെങ്കിൽ ഇതിന് ഒരു പരിഹാരം കാണണേ സാർ. നന്ദി.